الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد സൂറത്ത് യൂനുസിലെ 24-ാമത്തെ സൂക്തമാണ് ഇൻഷാഅല്ലാഹ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما مثل الحياة الدنيا كماء أنزلناه من السماء فاختلط به نبات الأرض مما يأكل الناس والأنعام حتى إذا أخذت الأرض زخرفها وزينت وظن أهلها أنهم قادرون عليها أتاها أمرنا ليلا أو نهارا فجعلناها حصيدا كأن لم تغن بالأمس كذلك نفصل الآيات لقوم يتفكرون إنما مثل الحياة الدنيا ഇഹലോക ജീവിതത്തിൻ്റെ ഉപമ കമാഇൻ ഒരു വെള്ളം പോലെ തന്നെയാണ്, മഴവെള്ളം പോലെ. അൻസൽനാഹു മിനസ്സമായി നാം അതിനെ ആകാശത്തു നിന്നിറക്കി. ഇഹലോക ജീവിതത്തിൻ്റെ ഉദാഹരണം ആകാശത്തു നിന്ന് നാം വർഷിപ്പിച്ച വെള്ളം പോലെയാണ്, മഴ പോലെയാണ്. ഫഖ്തലത്വ എന്നിട്ട് ഫഖ്തലത്വ ബിഹി ആ മഴ കൊണ്ട് ഇടകലർന്ന് വളർന്നു. നബാത്തുൽ അർളി ഭൂമിയിലെ ചെടികൾ, മിമ്മാ യഅ്കുലുൻ നാസു മനുഷ്യൻ തിന്നുന്നതിൽ നിന്ന്, വൽ അൻആമു നാൽക്കാലികളും. ഹത്താ ഇദാ അഖദത്തിൽ അർദു അങ്ങനെ ഭൂമി സ്വീകരിക്കുന്നത് വരെ, സുഖ്റുഫഹ അതിൻ്റെ അലങ്കാരം, ആഭരണം എന്ന് അർത്ഥമുണ്ട്. വസ്സയ്യനത് അത് മോടിയുള്ളതായി. വളന്ന അഹ്ലുഹ ആ ഭൂമിയിലെ കൃഷിക്കാരൊക്കെ വിചാരിച്ചു, അന്നഹും ഖാദിറൂന അലൈഹ തങ്ങൾക്ക് ആ കാർഷിക വിളകൾ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന്, തങ്ങൾക്കത് വിളവെടുക്കാൻ കഴിയും, അതിന് കഴിവുള്ളവരാണ് ഞങ്ങൾ എന്ന് അവരൊക്കെയും ഭൂവാസികളൊക്കെ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാഹ അമ്രുന അതിൻ്റെ നേരെ നമ്മുടെ കൽപ്പന വന്നു. ലൈലൻ രാത്രി, ഔ നഹാറൻ അല്ലെങ്കിൽ പകല്. ഫജഅൽനഹ എന്നിട്ട് നാം അതിനെ ആക്കി ഹസീദൻ കൊയ്തെടുക്കപ്പെട്ടതാക്കി. കഅല്ലം തഗ്ന ബിൽ അംസി അത് ഇന്നലെ അവിടെ ഇല്ലാത്തതുപോലെ. കദാലിക നുഫസ്സിലുൽ ആയാത്തി ഇങ്ങനെയാണ് നാം അടയാളങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചു തരുന്നത്. ലിഖൗമി യതഫക്കറൂൻ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി. ഒന്നുകൂടെ അർത്ഥം പറയാം. ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയ ഇഹലോക ജീവിതത്തിൻ്റെ, ഐഹിക ജീവിതത്തിൻ്റെ, ദുനിയാവിലെ ജീവിതത്തിൻ്റെ ഉപമ കമാ ഇൻ അൻസൽനാഹു മിനസ്സമായി ആകാശത്തുനിന്ന് നാം പെയ്യിപ്പിച്ച ഇറക്കിയ വെള്ളം പോലെ തന്നെ മാത്രമാണ്, വെള്ളം പോലെ മാത്രമാണ്. ഇന്നമാ എന്നുള്ളതിൻ്റെ അർത്ഥമാണ് കമാ ഇൻ വെള്ളം പോലെ മാത്രം. ഫഖ്തലത്വ ബിഹി നബാത്തുൽ അർളി അതിലൂടെ ആ മഴവെള്ളം കൊണ്ട് ഭൂമിയിലെ ചെടികളൊക്കെ ഇടകലർന്ന് വളർന്നു. മിമ്മാ യഅ്കുലുൻ നാസു ജനങ്ങൾക്ക് തിന്നാൻ പറ്റുന്നതിൽ നിന്ന്, ജനങ്ങൾ തിന്നുന്നതിൽ നിന്നും, വൽ അൻആമു നാൽക്കാലികളും.
ഹത്താ ഇദാ അഖദത്തിൽ അർദു, അങ്ങനെ ഭൂമി സ്വീകരിക്കുന്നത് വരെ, സുഖ്റുഫഹ, അതിൻ്റെ അലങ്കാരം, അതിൻ്റെ ആഭരണം, വസയ്യനത്, അത് വളരെ ഭംഗിയുള്ളതായി തീർന്നു, സീനത്തുള്ളതായി തീർന്നു, മോടിയുള്ളതായി തീർന്നു. വലന്ന അഹ്ലുഹ, അതിൻ്റെ ആളുകൾ, ഭൂമിയിലെ ഭൂനിവാസികൾ അല്ലെങ്കിൽ അതിൻ്റെ ഉടമകൾ വിചാരിച്ചു, അന്നഹും ഖാദിറൂന അലൈഹ, തങ്ങൾക്കത് വിളവെടുക്കാൻ കഴിയുമെന്ന്, അതിൻ്റെ ഗുണമനുഭവിക്കാൻ, ഫലമനുഭവിക്കാൻ തങ്ങൾ കഴിവുള്ളവരാണെന്നൊക്കെ അവർ വിചാരിച്ചിരുന്നു. അങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കെ അതാഹ അമ്രുന, നമ്മുടെ കൽപ്പന, ഇവിടെ നമ്മുടെ ശിക്ഷയാണ് ഉദ്ദേശം, വന്നു. ലൈലൻ, രാത്രിയോ, ഔ നഹാറൻ, അല്ലെങ്കിൽ പകലോ. ഫജഅൽനഹ, എന്നിട്ട് നാം ആ വിളകളെ ഒക്കെ ആക്കി തീർത്തു, ഹസീദൻ, കൊയ്തെടുക്കപ്പെട്ടതുപോലെ, അഥവാ നശിപ്പിക്കപ്പെട്ട, അല്ലം തഗ്ന ബിൽ അംസി, ഇന്നലെ ഒന്ന് അവിടെ ഇല്ലാതിരുന്ന വണ്ണം, അംസി പറഞ്ഞ ഇന്നലെ. കദാലിക നുഫസ്സിലുൽ ആയാത്തി, നാം ഇങ്ങനെയാണ് ആയാത്തുകളെ, അടയാളങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ വിവരിച്ചു തരുന്നത്. ലിഖൗമി യതഫക്കറൂൻ, ഫിക്ർ ഉപയോഗിക്കുന്ന, ബുദ്ധി ഉപയോഗിക്കുന്ന, ചിന്തിക്കുന്ന ജനങ്ങൾക്ക്. അപ്പോൾ ജനങ്ങൾ ചിന്തിക്കണം എന്നാണ് എൻ്റെ അർത്ഥം. ചിന്തിക്കണമെങ്കിൽ എന്താ ഈ പറഞ്ഞതെന്ന് മനസ്സിലാക്കണം. അല്ലാഹു തആല ഇത്ര ഗൗരവമായിട്ട് ഭൂമിയിൽ മനുഷ്യന് സംഭവിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന, സംഭവിക്കാവുന്ന ഒരു വിപത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അതിനെ സംബന്ധിച്ചും ഒരു ചിന്തല്ല. അങ്ങനെ പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഖൗമി യതഫക്കറൂൻ, ഇത് ചിന്തിക്കുന്നവർക്കേ ഗുണം ചെയ്യുള്ളൂ. ഇതേ കാര്യം നമുക്ക് സൂറത്ത് അൽ കഹ്ഫിലെ 45-ാമത്തെ ആയത്ത്, വദ്രിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ ഫഖ്തലത ബിഹി നബാതുൽ അർളി ഫഅസ്ബഹ ഹശീമൻ തദ്റൂഹു റിയാഹ് വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറാ. സൂറത്ത് അൽ കഹ്ഫിലെ 45-ാമത്തെ ആയത്ത്, 298-ാമത്തെ പേജിൻ്റെ അവസാനം, 298-ാമത്തെ അവസാനത്തെ ആയത്ത്. അവിടെ എന്താ പറഞ്ഞത്? വദ്രിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയ, ഇവിടെ പറഞ്ഞ അതേ കാര്യം തന്നെ. ദുനിയാവിലെ ജീവിതത്തിൻ്റെ ഉദാഹരണം അവർക്കൊന്ന് വിശദീകരിച്ചു കൊടുക്കണം. കമാഇൻ അൻസൽനാഹു മിനസ് സമാ, അത് ആകാശത്തു നിന്ന് നാം ഇറക്കിയ മഴവെള്ളം പോലെ തന്നെ. ഫഖ്തലത ബിഹി നബാതുൽ അർദി, എന്നിട്ട് അതിലൂടെ ഭൂമിയിലെ പലതരം ചെടികൾ മുളച്ചു പൊന്തി. ഫഅസ്ബഹ ഹശീമൻ, എന്നിട്ട് നാം അതിനെ കൊയ്തെടുത്ത തുരുമ്പ് പോലെ അല്ലെങ്കിൽ പൊടി പോലെയാക്കി, ഹശീം, തുരുമ്പാക്കി. തദ്റൂഹു റിയാഹു, കാറ്റ് അതിനെ വീശിക്കൊണ്ടുപോകുന്നു, കാറ്റടിച്ചാൽ പാറിപ്പോകുന്ന വൈക്കോൽ തുരുമ്പാക്കി. കാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറ, അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ഇതേ കാര്യം സൂറത്ത് സുമറിലെ 21-ാമത്തെ ആയത്തിലും സൂറത്ത് ഹദീദിലെ 20-ാമത്തെ ആയത്തിലും, സുമറിലെ 21-ലും ഹദീദിലെ 20-ലും മറ്റു വാക്കുകളിലും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തു ഖലമിൽ 17 മുതൽക്കുള്ള സൂക്തങ്ങളിൽ കർഷകരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. രാവിലെ നമുക്ക് ആരും അറിയാതെ പോയി വിളവെടുക്കണം, ആർക്കും കൊടുക്കാൻ പാടില്ല. പാവങ്ങളൊക്കെ വന്ന് എത്തി വലിഞ്ഞ് നോക്കും, അവർക്കൊന്നും കൊടുക്കാതെ പരസ്പരം കൂടിയാലോചിച്ച് അവരിങ്ങനെ പോകുന്നുണ്ട്. എന്തിനാ? വിളവെടുക്കാൻ വേണ്ടി. നമ്മൾ നാളികേരം പറിക്കാൻ വേണ്ടി പോവുക, അടക്കടാൻ വേണ്ടി പോവുക, വാഴക്കൊല വെട്ടാൻ വേണ്ടി പോവുക. ചെന്ന് നോക്കുമ്പോഴോ നാളികേരം, തേങ്ങ, തെങ്ങൊക്കെ അതാ കരിഞ്ഞു പോയിരിക്കണം, വാഴയൊക്കെ അതാ ഒടിഞ്ഞ് തൂങ്ങിയിരിക്കണം, കഴുങ്ങൊക്കെ അതാ അടക്ക മുഴുവനും കേടായി പോയിരിക്കണം. ഇങ്ങനെ അള്ളാഹുവിനെ ഓർക്കാത്തതിൻ്റെ ഫലം, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാത്തതിൻ്റെ ഫലം. ഇത് ഖുർആൻ പല സൂറകളിൽ, പല ഭാഷകളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് കൃഷിക്ക് മാത്രമാണ് ബാധകാവോ? അല്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ തൊഴിലിന്, നമ്മുടെ വരുമാനത്തിന്, നമ്മുടെ കച്ചവടത്തിന് ഒക്കെ ബാധകമാണ്. പെട്ടെന്നായിരിക്കും ചിലപ്പോൾ തൊഴിൽ നഷ്ടപ്പെടുക. വിദേശത്തൊക്കെ അങ്ങനെ സംഭവിക്കുന്നില്ല. എത്ര പെട്ടെന്നാണ് തൊഴിൽ നഷ്ടപ്പെടുക, എത്ര പെട്ടെന്നാണ് നാളെ ഈ കച്ചവട പീടിക നാളെ പൊളിക്കാൻ പോവുകയാണെന്ന് അറിയിപ്പ് വരിക. എത്ര ആളുകളുടെ ഉപജീവന മാർഗമാണ് അങ്ങനെ മുടങ്ങിയിട്ടുള്ളത്. ഇതിനൊക്കെ ബാധകമാണ്. ഇതാർക്കാ പാഠമാകുള്ളൂ? ചിന്തിക്കുന്ന ജനങ്ങൾക്ക് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. സമയം വൈകുകയാണെങ്കിൽ ഞാൻ നിർത്തും. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി നാളെ വിശദീകരിച്ചാലും മതിയോ.
മതിയല്ലോ. ഈ പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ്. ദുനിയാവിലെ സൗകര്യങ്ങളിൽ, ദുനിയാവിലെ സൗന്ദര്യങ്ങളിൽ, ദുനിയാവിലെ ആഡംബരങ്ങളിൽ മതിമറക്കാൻ പാടില്ല. ഇതേത് നിമിഷവും അള്ളാഹു തകർക്കാം, അതവൻ്റെ ശിക്ഷയ്ക്ക് കാരണമാകും. നമ്മൾ പല ഉദാഹരണങ്ങൾ, നമ്മൾ വയനാടിലെ ദുരന്തം കണ്ടു. അവിടെ പോയി കണ്ടിട്ടുണ്ടല്ലോ പല ആളുകളും. എന്താണ് ആ ഭൂമി? അവിടെ അങ്ങനെ ജനവാസമുണ്ടായിരുന്നു, ഫലഭൂയിഷ്ടമായ മണ്ണായിരുന്നു എന്ന് പറയാൻ കഴിയാത്ത വണ്ണമാണ് അവിടെ പ്രകൃതി ദുരന്തമുണ്ടായത്. അതിൻ്റെ ഹിക്മത്ത് എന്താണെന്നൊന്നും നമുക്കറിയില്ല. എന്തുകൊണ്ട് നമുക്കറിയില്ല, അത് അള്ളാഹുവിനാണ് അറിയുക. അപ്പോൾ ഈ പാഠമാണ് നമുക്ക് ഖുർആൻ നൽകുന്നത്. അള്ളാഹ് ഇങ്ങനെയുള്ള ദുരന്തങ്ങളിൽ, ഇങ്ങനെയുള്ള ആപത്തുകളിൽ കൊടുക്കരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളെ നാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവില്ല എന്നിട്ട് നമുക്ക് വലിയ ഗ്യാരണ്ടി ഉണ്ട്. നമ്മളൊക്കെ താമസിക്കുന്നത് കുന്നും പുറത്തും കുന്നിൻ്റെ താഴ്വരകളിലുമാണ്. നമ്മളൊക്കെ താമസിക്കുന്നത് കുന്നിൻ്റെ താഴ്വരകളിലാണ്. ഇങ്ങനെ നിർഭയരായി കഴിഞ്ഞ ആൾക്കാർ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ പാതാറിലും ഉണ്ടായത്. ഒക്കെ പോയി കണ്ടവരാണ് നമ്മൾ. ഇതൊക്കെ കണ്ടിട്ട് ഞാനും താമസിക്കുന്നത് ഇങ്ങനെ ഒരു കുന്നിൻ്റെ ചെരുവിലാണ്, ഒരു കുന്നിൻ്റെ താഴെയാണ്, അല്ലെങ്കിൽ കുന്നിൻ്റെ നിരപ്പിലാണ്. എന്നെയും അള്ളാഹുവിനെ പിടികൂടാൻ സാധിക്കും. ആ ഒരു ബോധം ഉണ്ടാകണം. അതാണ്. എന്നിട്ട് സംഭവിച്ചു. എന്നിട്ട് അവിടുന്ന് ഉരുണ്ട് വന്നിരിക്കുന്ന കല്ലുകൾ കണ്ടില്ല, അതൊക്കെ വീടും പള്ളിയൊക്കെ അടിച്ച് തകർത്തകിട്ട് പോയിരിക്കുക. അത്രയും വലിയ കല്ലും മരങ്ങളും ഭൂമിക്കടിയിൽ നിന്ന്. അത് തന്നെയല്ലേ വയനാട് നമ്മൾ കണ്ടത്. എത്രയോ ഓരോ പാറക്കല്ലുകളുടെ വലിപ്പം. നമ്മൾ നിന്നാൽ അതിൻ്റെ കാൽഭാഗത്തൊക്കെ ഉണ്ടാവും. ആ പള്ളിൻ്റെ ഒക്കെ പകുതി ഭാഗം വീടിൻ്റെ മുകളിലാണ് കിടക്കുന്നത് പലതും, കല്ലും മണ്ണൊക്കെ. അപ്പോൾ ഇതാണ് ഇങ്ങനെ അല്ലാഹു തആല നമ്മൾക്ക് ഭൗതിക ജീവിതത്തിൽ തന്നിരിക്കുന്ന സൗകര്യം ഒരു രാത്രി കൊണ്ട്, അല്ല ഒരു രാത്രി കൊണ്ടല്ല സംഭവിച്ചത്, അല്ലെങ്കിൽ ഒരു പകല് കൊണ്ട് സംഭവിക്കും എന്ന് നമ്മളെ ഉണർത്തുകയാണ്. അതുകൊണ്ട് ഏത് നിമിഷവും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവൻ്റെ പരീക്ഷണങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണം എന്നുള്ളൊരു പാഠമാണ് നമുക്ക് നൽകുന്നത്. ഖുറൈശികളോട് പറയുന്നത്, നിങ്ങൾ ഭൗതിക ജീവിതത്തിൽ മതിമറന്നുകൊണ്ട് ഈ പ്രവാചകനെ ധിക്കരിക്കേണ്ട, ഈ ഖുർആനിനെ അവഗണിക്കേണ്ട. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടിമകളായി അള്ളാഹുവിനെ ഉടമയായി മനസ്സിലാക്കിക്കൊണ്ട് വിനീത വിധേയരായി ജീവിക്കണം. അതാണ് പറഞ്ഞു വരുന്നതിൻ്റെ പൊരുൾ. ഒന്നുകൂടെ അർത്ഥം പറയും. നേരത്തെയൊക്കെ പറഞ്ഞത് കടലിലെ യാത്രയെ സംബന്ധിച്ച് അവിടെ നിങ്ങൾ അള്ളാഹ് പിടികൂടാം, യാത്രകളിൽ പിടികൂടാം. ഇപ്പോൾ പറഞ്ഞ വീട്ടിൽ, ഭൂമിയിൽ വളരെ നിർഭയര വീടാണല്ലോ മനുഷ്യന് ഏറ്റവും നിർഭയത്വമുള്ള സ്ഥലം. ആ വീടിൽ ഉറങ്ങിക്കിടക്കുന്നവരെയാണ് അല്ലാഹു തആല പിടികൂടിയിട്ട് അവരുടെ മയ്യത്ത് പോലും കിട്ടിയിട്ടില്ല പലരുടെയും. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് അള്ളാഹുവിനെ ഓർത്ത് ജീവിച്ചുകൊള്ളൂ എന്നാണ് പറയുന്നതിൻ്റെ ഒക്കെ പൊരുൾ. ഒന്നുകൂടെ അർത്ഥം വന്ന് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയാവിലെ ജീവിതത്തിൻ്റെ ഉപമ, മസല് ഉദാഹരണം, കമാഇൻ വെള്ളം പോലെ, ജലം പോലെയാണ്. പോലെ, മാ വെള്ളം. അൻസൽനാഹു നാം അതിനെ ഇറക്കി മിനസ്സമായി ആകാശത്തു നിന്നൊരു മഴ പെയ്തു. ഫഖ്തലത്വ ബിഹി നബാത്തുൽ അർളി ഭൂമിയിലെ ചെടികൾ ഇടകലർന്ന് വളർന്നു. ഇപ്പോൾ നമ്മൾ വേനൽ കൊടുമ്പിരി കൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു മഴ പെയ്ത ഒരാഴ്ച കൊണ്ട് കാണാം ആകെ അങ്ങോട്ട് ചെടികൾ ഏതെല്ലാം ജാതിയാണ്. ഒന്നും ഭൂമിയിൽ പച്ചപ്പിൻ്റെ ഒരു അംശവും ഇല്ല. പക്ഷെ ഒരു മഴ വീഴുന്നതോട് കൂടി കാണാം മുറ്റത്തടക്കം പച്ചപ്പും കെട്ട് ഇടകലർന്ന് വളർന്നു വരുന്നത്. അതാണ് ഫഖ്തലത്വ ബിഹി നബാത്തുൽ അർളി ഭൂമിയിലെ ചെടികൾ ഇടകലർന്ന് വളരുന്നു. ഇഖ്തലത മിമാ യഅകുലുൻ നാസു മനുഷ്യന്മാർ തിന്നുന്നതുണ്ട്. അതിൽ നല്ല ചെടികളുണ്ട്, നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ. അതിൽ പലജാതി നമ്മൾ കിഴങ്ങും പഴമൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ചെടികളുണ്ട്. വലഅൻആമു ചിലതൊക്കെ നാൽക്കാലികൾക്കുള്ളതാണ്. ചിലതൊക്കെ നമുക്ക് നാൽക്കാലികൾക്കും നമുക്കുമുള്ള പഴങ്ങൾക്ക് വളമായിക്കൊണ്ട് ഉപയോഗിക്കാനുള്ള ചെടികളാണ്. നിനക്കുണ്ടല്ലോ ഹത്തായിദ അഖദത്തിൽ അർള് അങ്ങനെ ഭൂമി സ്വീകരിക്കുന്നു സുഖ്റുഫഹ അതിൻ്റെ അലങ്കാരം അല്ലെങ്കിൽ അതിൻ്റെ ആഭരണം. ഭൂമി ഒരു ആഭരണം അണിഞ്ഞതുപോലെ സുന്ദരിയായി മാറുന്നു, അലങ്കാരം അണിഞ്ഞതുപോലെ സൗന്ദര്യമുള്ളതായി മാറുന്നു. സീനത്ത് നിന്നുണ്ടായതാണ്. അങ്ങനെ അത് ഭംഗിയുള്ളതായി നിർത്തും.
സൗന്ദര്യമുള്ളതായി, മോടിയുള്ളതായി. വന്ന അഹ്ലുഹ, അപ്പോൾ അത് എൻ്റെ ആൾക്കാർ വിചാരിച്ചു അന്നഹും ഖാദിറൂന അലൈഹ, ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടുമെന്ന്. ഖദറാന കഴിവുണ്ടായി, ഖാദിർ കഴിവുള്ളവൻ. ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിവുള്ളവരാണ് തങ്ങൾ. നമ്മളെന്തെല്ലാം സ്വപ്നങ്ങളാണ്. പറിച്ചു വെച്ചിടണം, അവിടെ കൃഷി ചെയ്യണം, അവിടെ തോട്ടത്തിൽ കൊണ്ടേ നടണം, എന്നിട്ട് വളം ഇടണം, അപ്പം മാങ്ങ ഉണ്ടാകും, ചക്ക ഉണ്ടാകും. എന്തെല്ലാം സ്വപ്നങ്ങളാണ് നമുക്ക്. പടുമുള മുളച്ചാൽ പോലും. ഇങ്ങനെ ആളുകളൊക്കെ വിചാരിച്ചു. വന്ന അഹ്ലുഹ, അതിൻ്റെ ഉടമക്കാർ വിചാരിച്ചു അന്നഹും ഖാദിറൂന അലൈഹ, ഞങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന്. മഴ പെയ്താൽ കൃഷി ചെയ്യും, ബാക്കി നമ്മൾ കൃഷിയും ചെയ്യും, പാടവും പറമ്പും ആകെ കൈക്കോട്ടും പണിക്കാരും വളവും. എന്തൊരു ആർഭാടമാണ്, എന്തൊരു ആഘോഷമാണ് അതൊക്കെ. എന്നിട്ട് ഇതൊക്കെ ചെയ്യുന്നതിനാണ് നമുക്കിതൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയും. നാളികേരം പറിക്കാം, അടക്ക പറിക്കാം, നെല്ല് കൊയ്തെടുക്കാം, വാഴ വെട്ടാം, ഇങ്ങനെയൊക്കെ നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അതാഹ അമ്രുന ലൈലൻ ഔ നഹാറൻ, നേരം വെളുത്ത് നീച്ചു നോക്കുമ്പോൾ, അല്ലെങ്കിൽ പകലു തന്നെ ഒരു തീക്കാറ്റ് മുഴുവൻ കരിഞ്ഞുപോയി. അതല്ലെങ്കിൽ ഭൂമിക്കൊരിളക്കം മുഴുവൻ മറിഞ്ഞു വീണുപോയി. അതുമല്ലെങ്കിൽ കാട്ടുപന്നികൾ വന്ന് മുഴുവൻ നശിപ്പിച്ചു പോയി. ഇതൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളും ശിക്ഷകളുമാണ്. അല്ലെങ്കിൽ വെട്ടുകിളി ശല്യം, അല്ലെങ്കിൽ പുഴുക്കേട്, ഒന്നും കിട്ടാതെ വാഴക്കർഷകർ, അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റ്, വാഴ മുഴുവൻ ഒടിഞ്ഞു തൂങ്ങി, വിൽക്കാനൊട്ട് ആയിട്ടുമില്ല. അങ്ങനെ അതാണ് അതാഹ അമ്രുന, നമ്മുടെ കൽപ്പന അതിൻ്റെ നേരെ വന്നു. ലൈലൻ ഔ നഹാർ, അത് രാവാവാം പകലാവാം. ഫജഅൽനാഹ ഹസ്വീദൻ, ഇതിനെ നമ്മൾ ഹസ്വീദാക്കി. സാധാരണ കൊയ്യപ്പെട്ടതാക്കിയാൽ നശിപ്പിക്കപ്പെട്ടതാക്കി, ഉപകാരപ്പെടാതെ പോയി. എത്രയോ സംഭവങ്ങൾ. കർഷകർ ആത്മഹത്യ ചെയ്യാം, വിളവെടുക്കാൻ കിട്ടായിട്ട്. വാഴ മുഴുവനും ലോൺ എടുത്തിട്ടും പണ്ടം പണയം വെച്ചിട്ടും എങ്ങനെയെങ്കിലും ഒരു ജീവിതമാർഗം വേണ്ടേ, ഒരു വരുമാന മാർഗം, 10 റുപ്യ കയ്യിൽ വരണ്ടേ. അതിനവർ വാഴ കൃഷി ചെയ്തതാണ്. പക്ഷേ കൊലച്ചൊക്കെ വന്നു നോക്കുമ്പോൾ ഒരു കൊടുങ്കാറ്റ്, അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം. ഇങ്ങനെ അതാണ് ഫജഅൽനാഹ ഹസ്വീദൻ, അത് സാധാരണ കൊയ്തെടുക്കപ്പെട്ടതാക്കി അഥവാ നശിപ്പിക്കപ്പെട്ടതാക്കി. അല്ലം തഗ്ന ബിൽ അംസി, ഇന്നലെ അവിടെ ഉണ്ടായിരുന്നില്ലാത്ത വണ്ണം. അത് ചിലപ്പോൾ ഉരുൾപൊട്ടലാകാം, മണ്ണൊലിപ്പാകാം, വരൾച്ചയാവാം. ഏത് നിലക്കായാലും മനുഷ്യനത് ഉപകാരപ്പെടാതെ പോകുന്നൊരവസ്ഥ സംഭവിക്കുന്നില്ലേ. കദാലിക നുഫസ്സിലുൽ ആയ, ഇതന്നെയാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. മനുഷ്യ ജീവിതവും ഇങ്ങനെ തന്നെ, ഒരു ദിവസം അത് നശിച്ചു പോകും. അതുകൊണ്ട് കിട്ടുന്ന അവസരത്തിൽ അള്ളാഹുവിന് അടിമപ്പെട്ട് ജീവിക്കുക, അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കുക എന്നാണ് പറഞ്ഞു വരുന്നത്. നുഫസ്സിലുൽ ആയാത്ത്, ഈ ആയത്തുകളൊക്കെ നമ്മൾ വിശദീകരിച്ച് തരികയാണ്. ലി ഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ജനങ്ങൾക്ക്. ചിന്തിക്കാൻ വേണ്ടി അത് പറയുന്നത് തന്നെ നമുക്കറിയണം. നമുക്ക് തോന്നിയാൽ മതിയല്ലോ. ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ പറയണത് എന്ന് പോലും അറിയില്ല. അപ്പോൾ ചിന്തിക്കണമെങ്കിൽ എന്ത് വേണം? ഓതുന്നത് എന്താണെന്ന് മനസ്സിലാവണം, എന്നിട്ട് ചിന്തിച്ച് ഓതണമെന്ന് മനസ്സിലാവണം. ചിന്തിക്കലൊരു ഇബാദത്താണ്, അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ? ചിന്തിക്കലൊരു ഇബാദത്ത്. എന്താ അല്ലാഹ് ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ, നിൻ്റെ കുതിരത്തന്നല്ലേ, നീ കാക്കണം. ഒരു ചിന്ത വരണം. ചിന്തിക്കലൊരു ഇബാദത്താണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച്, സൃഷ്ടി വൈഭവങ്ങളെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെ സംബന്ധിച്ച്. പ്രിയമുള്ളവരെ, നമ്മളത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം ജീവിക്കാൻ എന്നാണ് ഞാൻ ഉണർത്തുന്നത്. ഇനി കുറച്ച് നീണ്ട ആയത്താതുകൊണ്ട് എല്ലാവരും പരിഭാഷ എല്ലാവരുടെയും കയ്യിലുണ്ടാവുമല്ലോ, അതൊന്ന് വായിച്ച് നോക്കിയാൽ മതി. വായിച്ച് നോക്കിയാൽ മാത്രം പഠിയില്ല കേട്ടോ, അള്ളാഹിൻ്റെ തൗഫീഖും കൂടി വേണം. അള്ളാഹ്, ഞാൻ ഖുർആൻ പഠിക്കാനിരിക്കുകയാണ്, എനിക്കത് മനസ്സിലാവാനുള്ളൊരു ബുദ്ധി തരണേന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് നിങ്ങൾ ഓതി നോക്കുക, അള്ളാഹു ബുദ്ധി തരും, വായിക്കാൻ മനസ്സിലാവും. അല്ല ഇങ്ങനെ ഉറക്കം തോന്നി വേണമെങ്കിൽ അയാളിങ്ങനെ പറയണ്ടേ, നമ്മൾ വേണം കേട്ട് കൊടുക്കുക. അയാളിങ്ങനെ പറയില്ലേ, ഏതായാലും കേട്ട് കൊടുക്കുക, അയാൾക്കൊരാളായിക്കോട്ടെ കേൾക്കാൻ എന്നുള്ള ഭാവേനയാണ് ഖുർആൻ്റെ മുമ്പിൽ ഇരിക്കണതെങ്കിൽ അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല, നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല, ഇതെൻ്റെ റബ്ബ്, എൻ്റെ ഉടമ എന്നോട് പറയുന്ന എനിക്കുള്ള കൽപ്പനയും നിർദ്ദേശവുമാണ് എന്ന ബോധ്യത്തോടു കൂടി ഇത് ഞാൻ പഠിക്കാൻ കിട്ടിയ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ്, ഉപയോഗപ്പെടണം എന്ന ബോധത്തോടു കൂടി ഇരുന്നാൽ അതൊരു വിഭാഗത്താണ്. ഖുർആൻ നമുക്ക് മനസ്സിലാക്കാൻ. ഖുർആൻ അവഗണിച്ചുകൊണ്ട് നമുക്കൊരു രക്ഷ ഉണ്ടാവില്ല. സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ പഠിച്ചതനുസരിച്ച് ജീവിക്കാൻ എന്നും എല്ലായ്പ്പോഴും നമുക്കും നമ്മുടെ മക്കൾക്കും നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب